ഹായ് കുട്ടികളെ, എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പഠിച്ചു നിർത്തിയിരുന്നത്? ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതിന്റെ ഒരു ഹാഫ് പോർഷൻ നമ്മൾ പറഞ്ഞു തീർത്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ നമ്മൾ ഒക്ടന്റുകളെ പറ്റിയൊക്കെ പഠിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടോ എല്ലാവരും? അതൊക്കെ പഠിച്ചു തീർത്ത് ബാക്കി പഠിക്കാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്താണ് 3 ഡയമെൻഷണൽ ജോമെട്രി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അതൊക്കെ പഠിച്ചു തീർത്തിട്ട് നമുക്ക് അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ, എന്താണ് എക്സ് വൈ പ്ലെയിന്, എന്താണ് എക്സ് സെഡ് പ്ലെയിന്, എന്താണ് വൈ സെഡ് പ്ലെയിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 3 ടൈപ്സ് ഓഫ് പ്ലെയിൻസ് ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ 3 ഡയമെൻഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ അല്ലേ? ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞിട്ട് പോലെ എന്താ പഠിച്ചിട്ടുള്ളതെന്ന് ഓർത്തിട്ട് പോകാം. എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമുക്കൊരു എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞിട്ട് 3 ലൈൻസ് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ലൈൻസ് കട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞു? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് 3 90 ഡിഗ്രി ആംഗിൾസിൽ കട്ട് ചെയ്യുന്നതാണ്. ഒരു റൂമിന്റെ ഒരു മൂലയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് നേരെ ഒരു ഹൈറ്റ് വരുന്നുണ്ട്, ഒരു ലെങ്ത്തും ഒരു ബ്രെഡ്ത്തും വരുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അതില് ഒന്നൊരു എക്സും വൈയും ഇസഡും ആയിട്ടായിരിക്കും അതിന്റെ പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എക്സ് വൈ ഇസഡ് പ്ലെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ തന്നെ എക്സ് വൈ പ്ലെയിൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? എക്സ് വൈ പ്ലെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇസഡ് എക്സ് ഇസഡ് പ്ലെയിൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? പിന്നെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇവിടെ ഒരു വൈ ഇസഡ് പ്ലെയിനും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 പ്ലെയിൻസ് ആണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറഞ്ഞത്? ഇത് വെച്ചിട്ട് ഓരോ വാല്യൂസ് നമുക്ക് കിട്ടുമ്പോൾ 3 പോയിന്റ്സ് ആയിരിക്കും അല്ലെ എപ്പോഴും നമുക്ക് തരുന്നത്. പി എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് എന്നായിരിക്കും 3 ഡയമെൻഷനിൽ തരുന്ന ഒരു പോയിന്റിന് നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് അല്ലെ? അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഒരു എക്സ് വാല്യൂ ഉണ്ടാകും, ഒരു വൈ വാല്യൂ ഉണ്ടാകും, ഒരു ഇസഡ് വാല്യൂ ഉണ്ടാകും അല്ലെ നമ്മൾ എടുക്കുന്ന പോയിന്റിന്. പക്ഷെങ്കിൽ നമ്മൾ ആക്സിസുകളിൽ തന്നെയാണ്. ഇപ്പൊ എക്സ് ആക്സിസ് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി 2 വാല്യൂസും 0 ആയി പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ വൈ ആക്സിസിലാണ് നമ്മുടെ പോയിന്റ് എന്നുണ്ടെങ്കിൽ ബാക്കി എക്സും ഇസഡും 0 ആകും. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞല്ലേ? 3 പ്ലെയിൻസിലാകുമ്പോൾ ഓരോ പ്ലെയിൻസിലാകുമ്പം എക്സ് വൈ പ്ലെയിനിലാണ് വരുന്നതെങ്കിൽ അവിടെ ഇസഡ് വാല്യൂ 0 ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെ? ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? നേരെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും ഒരു പ്ലെയിനിനെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 8 ഒക്ടന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞല്ലേ? നമ്മൾ 2 ഡയമെൻഷൻ പഠിച്ചപ്പോഴത്തേക്ക് ക്വാഡ്രന്റ് പഠിച്ച പോലെ 3 ഡയമെൻഷനിൽ ഒക്ടന്റ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ആ ഒക്ടന്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 8 ഒക്ടന്റുകൾ വരുമ്പോഴത്തേക്ക് അതിൽ ഓരോന്നിനുമുള്ള വാല്യൂസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതിൽ ഫസ്റ്റ് ഒക്ടന്റിൽ വരുമ്പോൾ എല്ലാം പോസിറ്റീവും, 7th വരുമ്പം എല്ലാം എക്സും വൈയും ഇസഡും നെഗറ്റീവ് ആകും എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നത്. അത് വെച്ചിട്ട് കുറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ഒക്ടന്റ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്. അതുപോലെ നമുക്ക് എക്സ് വൈ ഇസഡ് ഒക്കെ തന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ തരാതിരുന്ന ആ ഒരു ആക്സിസിലാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതെന്താണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? വളരെ കുഞ്ഞൊരു ചാപ്റ്റർ ആണെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. ഒരു ക്ലാസ് നമ്മൾ പഠിച്ചു തീർത്തു. അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും അത്രയൊക്കെ ഓക്കെ ആയിട്ടിരിക്കുകയായിരിക്കും. നമുക്ക് അങ്ങനെയെങ്കിലും ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് വരുന്ന, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഈ 2 മാർക്സ് എബോവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ. നേരത്തെ നമ്മൾ പഠിച്ചത് കൂടുതലും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ളതാണ്. ഇപ്പൊ ഏത് ഒക്ടന്റിലാണ് തന്നിരിക്കുന്ന പോയിന്റുകൾ എന്നൊക്കെ ഉള്ളത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് ആയിരുന്നു കൂടുതൽ. അല്ലെങ്കിൽ എത്ര ഒക്ടന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ആ ഡിവൈഡ് ചെയ്തത് ഏത് ഒക്ടന്റിലാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലെ? അതുപോലെ ഇപ്പൊ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ അതിൽ ഇസഡിന്റെ വാല്യൂ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല കോർഡിനേറ്റ് എങ്ങനെ എഴുതുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നതിന് ഡിസ്റ്റൻസ് ആണ്. 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. 2 പോയിന്റുകൾ ഉണ്ട്. ആ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടണം. എങ്ങനെ 2 പോയിന്റ്സ് ഉണ്ടാവും? ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ നമുക്ക് 2 പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരു വര, ഒരു ലൈൻ ഉണ്ട്. ഈ ഒരു ലൈനിൽ നമുക്ക് പിയും ക്യൂവും എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ്സ്. ഇതിനെ എന്തെന്ന് പറയാം? x1 y1 ആൻഡ് z1 എന്ന് ഒരു എക്സ് വാല്യൂ, ഒരു വൈ വാല്യൂ, ഒരു ഇസഡ് വാല്യൂയും അതിന്റെ പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? 3 ഡയമെൻഷനിൽ അതിന് എക്സിനും വൈക്കും ഇസഡിനും എന്തുണ്ട്? ഓരോ വാല്യൂസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ക്യൂവിനും എന്തുണ്ട്? x2 y2 z2 എന്നും പറഞ്ഞിട്ട് 3 വാല്യൂസ് അവിടെ എന്തുണ്ട്? നമുക്കൊരു 3 ഡയമെൻഷണൽ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി പറയുന്നത് ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഈ പി ടു ക്യൂ നമ്മൾ അളന്നാൽ നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ എന്താണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരിക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്.
പക്ഷെ ഒരിക്കലും ഡയറക്റ്റ് ഇതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് ആയിരിക്കില്ല നമുക്ക് ചോദിക്കുക. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കൺസെപ്റ്റ് മാത്രമാണ്. ക്വസ്റ്റ്യൻസ് പല വഴിയാണ് വരിക. സോ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഫസ്റ്റ് പറഞ്ഞ എന്താ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എ ഓഫ് x1 y1 z1. ഇവിടെ എക്ക് പകരം ഞാൻ പി എടുത്തു എന്നേ ഉള്ളൂ. അതുപോലെ ആൻഡ് ബി ഓഫ് x2 y2 z2, ബിക്ക് പകരം ഞാൻ ക്യൂ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ അതെന്ത് ചെയ്യാം, നമുക്ക് എയും ബിയും തന്നെ ആക്കാം. ഓക്കെ, എയും ബിയും തന്നെ എടുക്കാം. എ x1 y1 z1ഉം ബി x2 y2 z2ഉം 2 പോയിന്റ്സ് ഉണ്ട്. ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ബി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ പോയിന്റ്സ് എല്ലാം നമുക്ക് 3 ഡയമെൻഷനിൽ തന്നിട്ടുണ്ടല്ലേ, 2 എക്സ് വാല്യൂ തന്നല്ലേ, x1ഉം x2ഉം ഉണ്ട്. അതുപോലെ y1ഉം y2ഉം 2 y വാല്യൂസ് അല്ലെ. y എന്ന് പറയുന്ന ആ ഏരിയയിൽ വരുന്നല്ലേ, നമ്മൾ പറഞ്ഞ 3 ഡയമെൻഷനിൽ വൈയുടെ ഡയമെൻഷനിൽ y1ഉം y2ഉം ഉണ്ട്. ഇനി ഇസഡിന്റെ കേസിലാണെങ്കിലോ z1ഉം z2ഉം തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എ ബി എന്ന് പറയുന്ന ഈ ലൈനിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് ഈ തന്നിരിക്കുന്ന വാല്യൂസിന് എന്ത് ചെയ്യുക, അതില് എക്സ് വാല്യൂ വരുന്നതിനെ തമ്മിൽ മൈനസ് ചെയ്യുക. സെക്കൻഡ് പോയിന്റിന്റെ എക്സ് വാല്യൂ മൈനസ് ഫസ്റ്റ് പോയിന്റിന്റെ എക്സ് വാല്യൂ. സെക്കൻഡ് പോയിന്റ് ഏതാണ്, ബി ആണ് അല്ലെ. ബിയുടെ വാല്യൂ എന്താ, x2 ആണ്. ആ x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടെ സം ചെയ്യാണ് ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യേണ്ടത് പ്ലസ് ആണ്. നമ്മൾ x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1. ഏത് വാല്യൂസിനാ മൈനസ് എടുക്കേണ്ടത്, ഏതാണോ 2 വാല്യൂസ് എടുക്കുന്നത് അല്ലെ, നമ്മുടെ പോയിന്റ്സിനെയാണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എക്സും വൈയും ഇസഡും കണക്ട് ചെയ്യുന്നത് എങ്ങനെ, പ്ലസ് വെച്ചിട്ടാണ് അല്ലെ. അപ്പം y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ദ ഹോൾ സ്ക്വയർ. ഇനി ഇതിന് നിങ്ങൾക്ക് പോയിന്റ്സിന് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പോയിന്റ്സിന് വാല്യൂസ് ആയിരിക്കും തരുന്നത്, ഇല്ലെങ്കിൽ കുറച്ച് വാല്യൂസ് തന്നു. ഇപ്പൊ y1ഉം z1ഉം തന്നു, x2 y2 z2 തന്നു, പക്ഷെ x1ന്റെ വാല്യൂ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഡിസ്റ്റൻസ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. നിങ്ങളോട് പറയുകയാണ് ഇതിന്ന് x1ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മള് ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് x1ന് മാത്രം വാല്യൂ ഉണ്ടാവില്ല അല്ലെ, ഇവിടെ മാത്രം വാല്യൂ ഉണ്ടാവില്ല. സോ നമ്മളിത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിക്കും അല്ലെ. അങ്ങനത്തെ സിമ്പിൾ ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മളെല്ലാവരും പഠിച്ച് അതൊക്കെ എന്താണെന്നും പഠിച്ച് ഓക്കെ വന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ബുദ്ധിയൊക്കെ എല്ലാവർക്കും ആയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ സിമ്പിൾ ട്രിക്സ് യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് ഇക്വേഷൻ പഠിച്ചു അല്ലെ, എന്താണ് റൂട്ട് ഓഫ്. ഈ റൂട്ട് മറന്നു പോകരുത്. റൂട്ട് ഓഫ് എന്നുള്ളത് ഈ ടോട്ടൽ ഇത്രയും മൊത്തത്തിനും എന്തുണ്ട്, ആ റൂട്ട് വാല്യൂ ആവശ്യമാണ്. റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ദ ഹോൾ സ്ക്വയർ. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത്. എപ്പോൾ എയും ബിയും 2 പോയിന്റ്സ് എടുക്കുന്നു, ആ പോയിന്റ്സിന് എക്സിലും വൈയിലും ഇസഡിലും വാല്യൂസ് വരുന്ന കേസാണ് നമ്മൾ പറഞ്ഞത്. നേരത്തെ നമ്മൾ XY പ്ലെയിനിൽ അല്ലെ, നമ്മൾ 2 ഡയമെൻഷൻ നേരത്തെ പഠിക്കുമ്പം അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എത്രയും വരെ, x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ വരെ ആയിരുന്നു നിങ്ങൾ നേരത്തെ ഡിസ്റ്റൻസ് ഫോർമുല സെക്ഷൻ ഫോർമുലയൊക്കെ പഠിച്ചു വന്നപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 3 ഡയമെൻഷനിലായപ്പോൾ എന്ത് വന്നു, ഇസഡ് എന്ന് പറയുന്ന ഒരു പ്ലെയിൻ കൂടുതൽ വന്നു. അതിന്റെ z2 മൈനസ് z1 ദ ഹോൾ സ്ക്വയർ എന്നൊരു വാല്യൂ മാത്രമാണ് അവിടെ കൂടുതൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അതിനെ റിലേറ്റ് ചെയ്ത് തന്നെ വീണ്ടും കുറച്ച് കാര്യങ്ങൾ, ഇത് കുറച്ച് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, ഇത് നമ്മൾ പറഞ്ഞത് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് അല്ലെ. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ വരുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങള് ഈ ഇക്വേഷനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് പോയിന്റ്സ്, അതിൽ കുറച്ച് കണ്ടീഷൻസ്, നമ്മൾ പറഞ്ഞാൽ എക്സ് വാല്യൂ 0 y വാല്യൂ 0 ഒക്കെയാണ് കണ്ടീഷൻസ് ഉണ്ടെന്ന്. അതുപോലെ കുറച്ച് കണ്ടീഷൻസ് ആണ് എന്ത് ചെയ്യാൻ പോണത് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് എ XYZ ഫ്രം ഒറിജിൻ ഈസ്. നമ്മൾ പറയുന്നത് XYZ എന്നും പറഞ്ഞിട്ട് 3 പോയിന്റ്സ് ഉണ്ട് അല്ലെ. എ എന്ന് പറയുന്ന ഒരു പോയിന്റിന് 3 വാല്യൂസ് എക്സിലും വൈയിലും ഇസഡിലും അല്ലെ, പ്ലെയിൻസിലും ഉണ്ട്. പക്ഷെങ്കിൽ അത് എവിടെ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നത്, ഫ്രം ഒറിജിൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. ഫ്രം ഒറിജിൻ, അതായത് നമ്മൾ ഇങ്ങനെ വരച്ചാൽ ഇതല്ലേ നമ്മുടെ ഒറിജിൻ, അവിടെ വാല്യൂ എന്തായിരിക്കും, എക്സും വൈയും ഇസഡും 0 ആയിരിക്കും അല്ലെ. എക്സും വൈയും ഇസഡും എന്ന് പറയുന്നത് 0 വാല്യൂസ് ആയിരിക്കും. സോ നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, O A എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ വരുന്ന എന്തായിരിക്കും, നമുക്കിപ്പോൾ അടുത്തത് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാനിപ്പോൾ മാറ്റിയെടുത്തു. അതിലെന്തുണ്ട്, എനിക്കിവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്. O എന്ന് പറയുന്ന ഒറിജിനിൽ 0 0 0 എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സ് ആയിരുന്നു. പക്ഷെ ഞാൻ എ എന്ന് പറയുന്ന എന്തെടുത്തു, എക്സ് വൈ ഇസഡ്. എനിക്കിനി ഓയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടണം. ആ ഡിസ്റ്റൻസ് കിട്ടുമ്പോഴത്തേക്ക് അതിന്റെ ഡിസ്റ്റൻസ് ഫോർമുല എഴുതുമ്പോൾ ഇവിടെ എന്തായിരിക്കും ഇക്വേഷൻ വരിക,
എക്സ് മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസ് ഫോർമുലയുടെ ഇക്വേഷൻ വെച്ച് എന്ത് വരും? എക്സ് മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് സീറോ ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കും വരിക. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് സീറോ എന്ത് തന്നെയാകും? എക്സ് ആകും അല്ലേ. സോ എക്സ് സ്ക്വയർ, വൈ മൈനസ് സീറോ വൈ ആകും, വൈ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് സീറോ ഇസഡ് ആകും. അപ്പൊ എന്താകും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊരു MCQ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ടാവാം. എന്തായിരിക്കും ചോദിക്കുക അതിൻ്റെ അകത്ത്? നിങ്ങൾക്ക് ഇപ്പം ഒറിജിനൽ നിന്നുമാണ് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് ഫോർമുല എന്ത് വരും, അല്ലെ ഡിസ്റ്റൻസ് എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ചിലപ്പോൾ ഇതുപോലെ എക്സ് വൈ ഇസഡ് ആയിരിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ വാല്യൂസ് തന്നെ ആയിരിക്കും. അതാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറിന്റെ റൂട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. അത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ്, ഒരു കണ്ടീഷനാണ് അവിടെ പറയുന്നത്. ഒറിജിൻ ആകുമ്പോൾ, ഒറിജിൻ എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും അയ്യോ പെട്ടെന്ന് വാല്യൂ ഒന്നും തന്നിട്ടില്ലല്ലോ എന്നായിരിക്കും അല്ലെ. ഇവിടെ എ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉള്ളൂ, എനിക്ക് ഒ എ എന്ന് പറയുന്ന രണ്ടാമത്തെ വാല്യൂ ഒ ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും അല്ലെ. അല്ലെങ്കിൽ എ ബി കണ്ടുപിടിക്കാൻ എ മാത്രമേ ഉള്ളൂ, ബി ഇല്ലെന്ന്. പക്ഷെ എന്തുണ്ട്? ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? 0 0 0 എന്നുള്ളതായിരിക്കും അവിടുത്തെ കോർഡിനേറ്റ്. കാരണം എന്താ? അവിടെയാണ് നമുക്ക് ഒറിജിൻ തുടങ്ങുന്നത് അല്ലെ. സോ അവിടെ 0 0 0 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് എ എക്സ് വൈ ഇസഡ് ഫ്രം എക്സ് ആക്സിസ്. നമ്മൾ എടുക്കുന്നത് ഡിസ്റ്റൻസ് എടുക്കുകയാണ് ഒരു പോയിന്റിന്റെ. അത് എവിടെ നിന്നാണ് എടുക്കുന്നത്? ഫ്രം എക്സ് ആക്സിസ്. നമ്മൾ എക്സ് ആക്സിസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ, ഈ തന്നിരിക്കുന്നതില് എക്സ് ആക്സിസ് ഉണ്ട് ഇവിടെ അല്ലെ. എക്സ് വൈ ഇസഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ എക്സ് ആക്സിസിൽ തന്നെയാണ് ഒരു പോയിന്റ് ഞാൻ എഴുതിയേക്കുന്നത്, എ എക്സ് വൈ ഇസഡ് എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ എക്സ് ആക്സിസിലാണ് എൻ്റെ പോയിന്റ് എങ്കിൽ ഇതിൽ ഏതിന് മാത്രമാണ് വാല്യൂ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്? ഏതിന് മാത്രമാണെന്നാ നമ്മൾ പഠിക്കുക അല്ലെ. നമ്മൾ ഏതാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇവിടെ എക്സ് വാല്യൂവിന് മാത്രമാണ് വാല്യൂ ഉണ്ടാവുന്നുള്ളൂ, ബാക്കി രണ്ടും എന്താകും അല്ലെ. ഇവിടെ എക്സ് ആക്സിൽ തന്നെയാണെങ്കിൽ വൈയും ഇസഡും അവിടെ ക്യാൻസൽ ആയി പോലെ 0 ആയിട്ടാണ് വരുന്നത്. അപ്പൊ എക്സിന് മാത്രമായിരിക്കും വാല്യൂ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ എന്ത് വരും? എക്സ് കോമ 0 0 വരും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ത് തന്നെ വരും? എക്സ് വൈ ഇസഡ് വരും. അങ്ങനെയെങ്കിൽ ഇവിടെ ഞാൻ ബി എന്ന് എടുക്കുകയാണ്. അപ്പൊ എ ബി കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? പി ആണ് എഴുതിയേക്കുന്നത് അല്ലെ. സോ പി എടുക്കാം. നമുക്ക് പി എക്സ് വൈ ഇസഡ് എന്നുള്ളതിന് പകരം പി എന്താകും? എക്സ് 0 0. കാരണം എന്താ? പോയിന്റ് എടുക്കുന്നത് എക്സിൽ തന്നെയാണ്. എക്സിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എക്സിന് മാത്രമേ വാല്യൂ ഉള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്ത് വരും? വൈക്കും ഇസഡിനും 0 വാല്യൂസ് ആണ് വരുന്നത്. സോ അവിടെ എന്തായി? പി എക്സ് 0 0 എന്നായി. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എന്താകും? ഈ എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എന്തായി പോകും? 0 ആയി പോകും അല്ലെ. അടുത്ത കേസ് പറഞ്ഞ എന്താണ്? നമുക്ക് അവിടെ അത് 0 ആയിട്ട് പോകും അല്ലെ. ഇവിടെ നമുക്ക് അപ്പൊ കിട്ടുന്നത് എക്സ് മൈനസ് എക്സ് എന്നായിരിക്കും അല്ലെ. അടുത്തത് എന്ത് വരും? ഇതിന്റെ കേസിലാകുമ്പോഴത്തേക്ക് എക്സ് മൈനസ് എക്സ്, വൈ മൈനസ് 0, ഇസഡ് മൈനസ് 0 അല്ലെ. അപ്പൊ ഇവിടെ എക്സ് മൈനസ് എക്സ് എന്താകും? ഇത് ഇത്രയും ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി എന്തുണ്ട്? റൂട്ട് ഓഫ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മാത്രമല്ലേ നമുക്കുള്ളൂ. അപ്പൊ എക്സ് ആക്സിസിലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എക്സിന്റെ വാല്യൂ 0 ആയി പോകും. കാരണം ആ പോയിന്റ് എവിടെയാണ്? എക്സ് എന്ന് പറയുന്നിടത്ത് തന്നെയാണുള്ളത്. സോ അതനുസരിച്ച് നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക? അവിടെ എക്സ് മൈനസ് എക്സ് 0 ആണ്. സോ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറിന്റെ റൂട്ട് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? എക്സ് ആക്സിസിൽ വരുമ്പോഴത്തേക്കും എക്സിന്റെ വാല്യൂ അവിടെ ക്യാൻസൽ ആയി പോകുന്നതാണ്. ഇവിടെ വന്നപ്പോ എന്തായിരുന്നു? ഒറിജിൻ ആയിരുന്നു. ഒറിജിനിൽ എല്ലാത്തിന്റെയും കോർഡിനേറ്റ് 0 ആണ്. സോ ബാക്കിയുള്ളത് എന്തായി? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയറിന്റെ റൂട്ട് എടുക്കുന്നു. ഈ റൂട്ട് എന്നുള്ളത് മറന്നു പോവരുത്. ഇനി അടുത്ത രണ്ട് കണ്ടീഷനും കൂടി ഇതുപോലെ സെയിം തന്നെയാണ് പറയുന്നത്. നമ്മൾ എവിടെ എടുക്കണം? ഇനി എടുക്കാൻ പോണത് ഫ്രം വൈ ആക്സിസ് ആണ്. നമ്മൾ ഡിസ്റ്റൻസ് എങ്ങനെ എടുത്തു? വൈ ആക്സിസിൽ നിന്നും അല്ലെ. നമ്മൾ എടുക്കുന്നത് എക്സ് വൈ ഇസഡ്. ഇതില് ഈ വൈ ആക്സിസിലാണ് നമുക്കുള്ള പോയിന്റ് എങ്കിൽ അതിന് എന്ത് പറയാം? പി ഓഫ് 0 വൈ 0 എന്ന് വരും അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു നിർത്തിയത് അല്ലെ. അപ്പൊ എന്ത് വരും? എക്സിനും ഇസഡിനും അവിടെ വാല്യൂസ് 0 ആയി പോകും. വൈക്ക് മാത്രം എന്തുണ്ടാകും? വാല്യൂ ഉണ്ടാകും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താകും? എക്സിന് വാല്യൂ എന്താണ്? 0 ആണ്. സോ എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ ആയിരിക്കും വരുന്നത് അല്ലെ. ഇവിടെ നമ്മുടെ അടുത്ത് എക്സ് വൈ ഇസഡ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? വൈ ഉണ്ട്. വൈ മൈനസ് വൈ വരും, അതിന്റെ സ്ക്വയർ
പ്ലസ് ഇസഡ് മൈനസ് സീറോയുടെ സ്ക്വയർ. അപ്പോൾ ബാക്കി ആരുണ്ട്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മാത്രമായിരിക്കും അവശേഷിക്കുന്നത്. അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. പി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആവാൻ കാരണം എന്താണ്? നമുക്കവിടെ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എടുത്തത് എ ആയിരുന്നു. പക്ഷെ പി എന്ന് പറയുന്നത് എവിടെയാന്ന് പറഞ്ഞു? ഫ്രം വൈ ആക്സിസ്. വൈ ആക്സിസിലാണ് വരുന്നതെങ്കിൽ അവിടെ വൈക്ക് മാത്രമാണ് വാല്യൂ ഉള്ളൂ, ഇസഡിനും എക്സിനും വാല്യൂസ് ഇല്ല. പിന്നെ എന്ത് സംഭവിക്കും? ഈ വരുന്ന വൈ വാല്യൂ തന്നെയായിരിക്കും എവിടെയും ഈ എ എന്ന് പറയുന്നത്. കാരണം ആക്സിസിലാണെന്ന് പറഞ്ഞു. അപ്പൊ ആക്സിസിലാവുമ്പോൾ എന്ത് വരും? ഏത് ആക്സിസ് ആണോ ആ ആക്സിസിന്റെ വാല്യൂസ് നമ്മൾ മൈനസ് ആയത് 0 ആയി പോകും. ഇനി അത് തന്നെ അടുത്ത കേസിൽ ഇസഡിന്റെ കേസിൽ പറയാണ്. ഇസഡ് വരുമ്പോ എന്ത് ചെയ്യും? ഈ ഇസഡിന്റെ കേസിൽ മാത്രം എന്തായി പോകും? 0 ആയി പോകും അല്ലെ. ബാക്കി എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും അല്ലെ. ഇവിടെ എന്ത് ചേഞ്ചാ വരുന്നത്? അപ്പം ഇവിടെ വൈ മൈനസ് വൈക്ക് പകരം എന്താകും? ഇസഡ് മൈനസ് ഇസഡ് എന്നാകും അല്ലെ. ഇസഡ് മൈനസ് ഇസഡ് സ്ക്വയറും വൈ മൈനസ് 0 സ്ക്വയറും ആകും. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അതാണ് നമ്മൾ മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ഇല്ലേ. ഫസ്റ്റ് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു, നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുലയുടെ ഇക്വേഷൻ. അത് ആദ്യം ഓർത്തിരിക്കുക. ഡിസ്റ്റൻസ് ഫോർമുല എന്താണെന്നുള്ളത് അല്ലെ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ബാക്കിയുള്ള 3 കണ്ടീഷൻസ് ഓർത്തിരിക്കുക. ആ കണ്ടീഷൻസ് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ആ 3 കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒറിജിൻ ആണെന്നോ ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അതനുസരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇത് റിലേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ്, ഫൈൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോളോയിങ് പെയർ ഓഫ് പോയിന്റ്സ്. നമുക്ക് കുറച്ച് പെയർ ഓഫ് പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു x1 y1 z1 ഉണ്ട്, x1 y1 z1ഉം അതുപോലെ ഒരു x2 y2 z2ഉം തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഈ 2 പോയിന്റ്സിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോളോയിങ് പെയർ ഓഫ്, ഇതൊന്നല്ല ഇത് കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ 2 പോയിന്റ്സ് ഉണ്ട്, ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ഇതിനെ ഇപ്പൊ എ എന്നും ബി എന്നും നമുക്ക് എഴുതാം അല്ലെ. എ ആൻഡ് ബി. അപ്പൊ എ എന്ന് പറയുന്നത് എന്താ? 2 3 5ഉം ബി എന്ന് പറയുന്നത് 4 3 1ഉം ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അല്ലെ. ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ എഴുതണം അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്താണ് വരുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് എ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക അല്ലെ. ഇവിടെ നമുക്ക് x1 ഉണ്ട്, y1 ഉണ്ട്, z1 ഉണ്ട്, x2 ഉണ്ട്, y2 ഉണ്ട്, z2 ഉണ്ട്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആ വാല്യൂസിനെ എല്ലാം പിറക്കി എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? x2 മൈനസ് x1. ഇവിടെ നമുക്ക് x2 y2 z2 എന്ന് പറഞ്ഞ ഇതാണ് അല്ലെ. സോ എന്ത് വരും? x2ഉം y2ഉം z2 ആയിട്ട് ഏത് വാല്യൂസ് എടുക്കുക? രണ്ടാമത്തെ പോയിന്റിന്റെ വാല്യൂസ്. x1 y1 z1 ആയിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നിരിക്കുന്ന 3 പോയിന്റ്സ് അതെടുത്ത് എഴുതിയിട്ട് ആൻസർ കണ്ടുപിടിക്കുക അല്ലെ. ഇവിടെ എന്ത് വരും? നമുക്ക് x2 എന്ന് പറയുന്നത് 4 ആണ്, മൈനസ് x1 എന്ന് പറയുന്നത് 2 ആണ്, അതിന്റെ സ്ക്വയർ പ്ലസ് ഇനി y2 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്, മൈനസ് 3 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇനി എന്തുണ്ട്? z ഉണ്ടല്ലേ, നമുക്ക് z വാല്യൂ തന്നിട്ടുണ്ട്. സോ z വാല്യൂ എന്താണ്? 1ഉം 5ഉം ആണ് അല്ലെ. പ്ലസ് 1 മൈനസ് 5 ദ ഹോൾ സ്ക്വയർ, 1 മൈനസ് 5 ദ ഹോൾ സ്ക്വയറും കിട്ടും. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുക? ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? 4 മൈനസ് 2 നമുക്കറിയാം 2 ആണ്. അപ്പൊ 2 സ്ക്വയർ വരും. 2 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് മൈനസ് 4ന്റെ സ്ക്വയർ. 1 മൈനസ് 5 എന്ന് വെച്ചാൽ എത്ര പറയുന്നത്? -4 ആണ് അല്ലെ. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറച്ചു. അപ്പൊ ഇത് വരും മൈനസ് വാല്യൂസ് ആണ് വരിക. പക്ഷെ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്താകും? അത് പോസിറ്റീവ് വാല്യൂ ആകും. അപ്പൊ എന്ത് വരും? 4 പ്ലസ് 16 വരും റൂട്ട് ഓഫ്. അപ്പൊ എത്ര വരും? റൂട്ട് ഓഫ് 20 കിട്ടും. ഈ റൂട്ട് ഓഫ് 20 കിട്ടുന്നത് കൊണ്ട് നമുക്ക് അവിടെ തീർന്നു എന്നുള്ളത് വിചാരിക്കില്ല. നമ്മള് സ്ക്വയർ റൂട്ട് വാല്യൂസ് ഒക്കെ പഠിച്ചു വന്നിട്ടുണ്ട് അല്ലെ.
അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? √20 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് LCM കണ്ടുപിടിക്കാം. അപ്പം എത്ര വരും? ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ ചെയ്ത് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ഇത് 2 തവണ വന്നേക്കുന്നതുകൊണ്ട് അതിനെ നമുക്കൊരു ഫുൾ നമ്പറായിട്ട് എടുക്കാം. പിന്നെ എന്തുണ്ട് ബാക്കി? 5നെ നമുക്ക് എന്നുവെച്ചാൽ 1 തവണ വന്ന 5നെ നമുക്ക് റൂട്ടിനകത്തേക്കും മാറ്റാം. അപ്പം ആൻസർ എന്ത് വരും? 2√5. 2 എങ്ങനെയാണ് പുറത്ത് വന്നത്? ഇത് 2 തവണ വന്നിട്ടുള്ളത് കൊണ്ട് അതിനെ നമ്മൾ പുറത്തെടുത്തു. ഇവിടെ ഒറ്റ തവണ വന്ന 5നെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു. സോ 2√5 എന്നായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടുക. ഓക്കെ ആണോ? നമ്മൾ 2 പോയിന്റ്സ് എടുത്തു. ആ 2 പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിച്ചത്. ഇപ്പൊ എന്ത് ചെയ്തു? നമ്മൾ അതിനെ ഒന്ന് ചെറുതാക്കി എടുത്തു അല്ലെ? വാല്യൂ ഒന്ന് √20 എന്നുള്ളതിനെ 2√5 എന്ന് മാറ്റി എഴുതാന്. അത് 2 2 തവണ വന്നത് കൊണ്ട് പുറത്തെഴുതി. 5 ഒറ്റ തവണയുള്ളത് കൊണ്ട് അതിനെ റൂട്ടിൽ തന്നെ ഇട്ടു. കാരണം എന്താ? √20 ആണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഒരു പ്രോബ്ലം ചെയ്തിട്ട് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രോബ്ലം ഇതുപോലെ തന്നെ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് ഫോളോയിങ് പെയേഴ്സ് എന്നായിരുന്നു നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. -3, 7, 2 ആൻഡ് 2, 4, -1. ഇതെങ്ങനെയാ ചെയ്യുക? ഇത് തന്നെ സെയിം. നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് ഫോർമുല എന്നുള്ള ഇക്വേഷൻ എഴുതുക അല്ലെ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന് എഴുതുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ത് വരും? AB എന്നുള്ളത് എഴുതുക. പിന്നെ എന്താണ് നമ്മുടെ ഇക്വേഷൻ? x2 - x1 the whole square plus y2 - y1 the whole square plus z2 - z1 the whole square. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തു വരുമ്പോഴത്തേക്ക് ഇക്വേഷൻസ് എഴുതി തന്നെ പഠിക്കുക. അപ്പം നിങ്ങൾ ആ ഇക്വേഷനും കാണാതെ നിങ്ങൾ പഠിക്കുകയും ചെയ്യും. അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇക്വേഷൻസ് എഴുതുന്നതിന്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇക്വേഷൻസ് എഴുതി തന്നെ പഠിക്കുക. സോ എന്ത് ചെയ്യുക? നിങ്ങൾ എപ്പോഴും ഇക്വേഷൻ ഫസ്റ്റ് ഏതാണോ ക്വസ്റ്റ്യൻ അതിനെല്ലാം അറിയുന്ന ഇക്വേഷൻസ് നിങ്ങൾ പിറക്കി എഴുതി വെച്ചിട്ടുണ്ടാവണം. ഇവിടെ എന്ത് വരും? 2 - -3 സ്ക്വയർ പ്ലസ് 4 - 7 സ്ക്വയർ പ്ലസ് -1 പ്ലസ് 2 സ്ക്വയർ. ഇതായിരിക്കും വരുന്നത്. ഇതിന്റെ റൂട്ട് എന്ത് വരും? 2 - -3 2 മൈനസ് വന്നു. അതെന്തായി? പ്ലസ് ആയി. 2 + 3 ആയി 5. 5ന്റെ സ്ക്വയർ പ്ലസ് 4 - 7 വരുമ്പോൾ -2ന്റെ സ്ക്വയർ പ്ലസ് 1 + -1 + 2 ആണ്. അപ്പൊ എന്ത് വരും? 1ന്റെ സ്ക്വയർ. ഇത് ചെയ്തു വരുമ്പോൾ ആൻസർ എന്ത് വരും? 25 4 + 1 ആൻസർ 30 എന്ന് കിട്ടും. √30 എന്നായിരിക്കും നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടുന്നത്. √30 കിട്ടിയിട്ടുണ്ടെങ്കിൽ 25 4 - 7 വരുന്നത് 3 ആണ്. 3 സ്ക്വയർ ഇവിടെ 9 വരും. 9 വരുമ്പോഴത്തേക്ക് 25ഉം 10ഉം 35 ആണ് വരുന്നത്. 5 സ്ക്വയർ 3 സ്ക്വയർ -1 -2. ഇവിടെ എന്താ വരുന്നത്? -1 -2 ആയിരിക്കും കിട്ടുന്നത്. -1 -2ന്റെ സ്ക്വയർ ആണ് വരുന്നത്. സോ ഇവിടെ -3 സ്ക്വയർ വരും. അവിടെ 9 ആണ് കിട്ടുന്നത്. സോ നിങ്ങളുടെ ആൻസർ എന്ത് വരും? ആൻസർ കിട്ടുന്നത് √43 എന്നായിരിക്കും. √43 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. 25 9 9. ഇവിടെ വാല്യൂസ് ഒക്കെ എഴുതുമ്പോൾ തെറ്റിപ്പോവരുന്നത്. -1 -2 ആണ് വരുന്നത്. സോ അതെന്താകും? -3 ആകും. -3യുടെ സ്ക്വയർ 9 ആകും. അപ്പൊ ആൻസർ √43 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതെന്ത് ചെയ്യുക? നിങ്ങൾ ഈ വാല്യൂസ് ഒക്കെ എഴുതുമ്പോൾ ഒന്നും കൂടെ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ബാക്കി ചെയ്തു പോവുക. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പോയിന്റുകൾ ചെറിയ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് മൈനസ് ഒക്കെ ഇട്ടേക്കുന്നൊക്കെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ ഫുള്ള് തെറ്റും. സോ നമ്മൾ അതനുസരിച്ച് ചെയ്യുക. ഇനി അടുത്തത് എന്താണ്? സെയിം തന്നെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യുക? AB നിങ്ങൾ ഇത് എഴുതുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? ഇക്വേഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് AB അതിന്റെ ഇക്വേഷൻ എഴുതി തന്നെ ചെയ്തു വരിക. ചെയ്തു വന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ഫൈനൽ ആൻസറിലേക്ക് എത്തുക. നിങ്ങൾക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ 2 മാർക്കിൽ 1 മാർക്ക് നിങ്ങളുടെ ഇക്വേഷൻ ഒക്കെ എഴുതി നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്നതിനാണ്. ഫൈനൽ മാർക്ക് ആ ലാസ്റ്റ് കിട്ടുന്ന റിസൾട്ടിനുമാണ്. അപ്പൊ എന്ത് ചെയ്യുക? 1 -1ന്റെ സ്ക്വയർ പ്ലസ് -3 -3 സ്ക്വയർ പ്ലസ് 4 -4ന്റെ സ്ക്വയർ അതിന്റെ റൂട്ട് ആയിരിക്കും വരുന്നത്. ആൻസർ എന്ത് വരും? 2 സ്ക്വയർ പ്ലസ്
6ന്റെ സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. അപ്പൊ ആൻസർ എത്ര വരിക? 4 പ്ലസ് 36 പ്ലസ് 64 വരും. റൂട്ട് ഓഫ് 104 ആയിരിക്കും ആൻസർ കിട്ടുക. അതിന്റെ ആൻസർ കിട്ടുന്നത് 104 ആയിരിക്കും. ഇതിനെ എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ സിംപ്ലിഫൈ ചെയ്യണം അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? LCM എടുക്കുക. എടുക്കുമ്പോൾ എത്ര വരും? 52 കിട്ടും. 52വിനെ 3 വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 13. 2 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാം. 2 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 26 കിട്ടും. 26നെ വീണ്ടും 2 കൊണ്ട് ചെയ്താൽ 13 കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? ഈ രണ്ട് 2വിനെ ഒരുമിച്ചെടുത്ത് 2 എടുക്കാം. ബാക്കിയുള്ള ഇത് രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 റൂട്ട് 26 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. 2 റൂട്ട് 26 എന്നായിരിക്കും അതിന്റെ ആൻസർ കിട്ടുന്നത്. ഇത്രയും ഓക്കെ ആണോ? നമ്മൾ പറഞ്ഞ എന്താണ്? നമുക്ക് കിട്ടിയ ആൻസർ 104 ആയിരുന്നു. അതിനെ നമ്മൾ LCM എടുത്തു വന്നപ്പോഴത്തേക്ക് ഇവിടെ രണ്ടെണ്ണം ഒരുമിച്ച് 2 വന്നു. സോ അതിനെ 2 ആയിട്ട് എഴുതി. ബാക്കി എന്തുണ്ട്? 2 × 13 അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ടിലിട്ടു. 2 റൂട്ട് 26 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്ത വീണ്ടും ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. 2 - 1 3 ആൻഡ് -2 1 3. എല്ലാവരും ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പെട്ടെന്ന് ചെയ്തിട്ടാണ് ഇതിന്റെയൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യല്ലേ. AB എന്നുള്ള 2 പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിനെ നിങ്ങൾ എടുത്ത് എഴുതും അല്ലെ. A എന്ന് പറയുന്നത് എന്താണ്? 2 - 1 3 ആണ്. അതുപോലെ B എന്ന് പറയുന്നത് -2 1 3 ആണ്. എന്നിട്ട് എന്ത് ചെയ്യും? AB കണ്ടുപിടിക്കും. AB കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഇക്വേഷൻ എഴുതുക. x2 - x1 the whole square plus y2 - y1 the whole square plus z2 - z1 the whole square അല്ലേ? എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇതിനെല്ലാം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് വരും? -2 the whole square plus 1 -1 the whole square plus 3 - -3 the whole square എന്നായിരിക്കും വരുന്നത്. ഇതെന്ത് ചെയ്യുക? നിങ്ങൾ വാല്യൂസ് കണ്ടുപിടിക്കുക അല്ലേ? ഇതൊക്കെ ഇനി ചെയ്യാൻ എളുപ്പമല്ലേ? ബാക്കി നമ്മൾ ചെയ്തു വരാൻ എളുപ്പമാണ് അല്ലേ? അപ്പൊ ആൻസർ എന്ത് വരും? -4ന്റെ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 6ന്റെ സ്ക്വയർ എന്ന് കിട്ടും. ചെയ്തു വരുമ്പോൾ ആൻസർ എത്ര വരും? 4ന്റെ സ്ക്വയർ -2 -2 1 -1 3 -3. ഇവിടെ 3 - 3 വരുന്നത്. സോ അതെന്തായിട്ട് പോകും? ഇവിടെ നമുക്ക് 0 ആണ് വരുന്നത്. 3 ഒറ്റ മൈനസേ ഉള്ളൂ. സോ ഇത് 0 ആണ് വരുന്നത്. അപ്പൊ എന്ത് വരും? ബാക്കിയേ ചെയ്യാനുള്ളൂ അല്ലേ? ഇത് ചെയ്യാനില്ല. 0 സ്ക്വയർ ആണ് വരുന്നത്. 3 - 3. ഇതുപോലെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് മിസ്റ്റേക്ക് വരാതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന എന്താണ്? 3 - 3 ആണ്. അപ്പൊ അത് 0 ആയി പോകും. ബാക്കി എന്തുണ്ട്? 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ഉണ്ട്. 16 + 4 കിട്ടും. ആൻസർ എന്ത് വരും? √20 കിട്ടും. √20 എന്ന് പറയുന്ന ആൻസർ എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞേ. നമ്മൾ അതും എന്ത് ചെയ്യുക? LCM എടുക്കുക. ഓൾറെഡി ചെയ്തു അല്ലേ? 20യുടെ LCM എടുത്തിട്ട് അതനുസരിച്ച് വേണം എഴുതാൻ അല്ലേ? അപ്പൊ എന്ത് വരും? 2√5 എന്നായിരിക്കും ആൻസർ കിട്ടുക അല്ലെ? ഇത്രയും വരെ ആയിരിക്കും ചെയ്യേണ്ടത്. ചിലപ്പോൾ നിങ്ങളുടെ ആൻസർ കീഴിൽ 2√5 ആണ് ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് അവർക്ക് തന്നിരിക്കുന്ന വാല്യൂസ് അതനുസരിച്ചായിരിക്കും അവർ മാർക്ക് കൊടുക്കുക. സോ അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് ഈ √20 എഴുതി വെച്ചത് കൊണ്ട് ചിലപ്പോൾ √20 ഓർ 2√5 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ. ചിലപ്പോൾ √20 എന്നൊരു ആൻസർ അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈ 2√5ന്റെ ആവശ്യമുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെങ്ങനെ അത് 2√5ലേക്ക് ആക്കും എന്നുള്ളതും കൂടെ പഠിച്ചു വെക്കുക. LCM എടുക്കുക. ഒരുപോലെ 2 സംഖ്യകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക? ഒരു പൂർണ്ണസംഖ്യയായിട്ട് എഴുതുക. ബാക്കിയുള്ള സംഖ്യകൾ റിപ്പീറ്റ് ചെയ്യാത്ത സംഖ്യകളെ എന്ത് ചെയ്യുക? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് 5 എഴുതി. ഇനിയും കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്തായിരുന്നു? 2ഉം 13ഉം ഓരോ തവണയാണ് വന്നത്. സോ എന്ത് ചെയ്തു? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്തു? റൂട്ടിലാക്കി. അത് ഓർത്ത് വെക്കുക. അങ്ങനെ ആ റൂട്ട് വാല്യൂസ് എങ്ങനെ മാറ്റി എഴുതാം എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വാല്യൂ ആണ് ആൻസർ ഷീറ്റിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് കൂടുതലും എന്താണ്? നിങ്ങളുടെ ഒരു 10ാം ക്ലാസ് വരെയുള്ള ഇതൊക്കെ വിട്ട് നമ്മൾ +1 +2 പഠിക്കുമ്പോഴത്തേക്ക് ആൻസർ കീ വരുന്നത് നല്ല രീതിക്ക് അവർ അതുപോലെ മാർക്ക് ചെക്ക് ചെയ്യും അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അതനുസരിച്ച് നമ്മൾ പഠിക്കണം. സോ √20 എന്നുള്ളത് എന്തായിട്ട് എടുക്കണം? 2√5 ആക്കാനുള്ളത് പഠിച്ചു വെക്കുക.
ഓക്കെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇനി റൂട്ട് 18 ഒരു വാല്യൂ തന്നു എന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ റൂട്ട് 18 എന്നുള്ളതിനെ ചിലർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ചിലർ 3 കൊണ്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഏറ്റവും ചെറിയ വാല്യൂസ് വെച്ചിട്ട് ആദ്യം ചെയ്യാൻ നോക്കുക. അപ്പൊ ഇവിടെ 2 കൊണ്ട് ചെയ്താൽ എത്ര വരും? 9 കിട്ടും. അതിന് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നമുക്ക് 3 എന്ന് കിട്ടും. വീണ്ടും ചെയ്താൽ എന്ത് തന്നെ വരും? ഇത് തന്നെ വരും. അപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്ത വാല്യൂ ഏതാണ്? 3 ആണ്. സോ 3 എടുക്കുക, റൂട്ട് 2 എന്നാകും അല്ലെ. 2 ഒറ്റ തവണ വന്നുള്ളൂ. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യും? അതിന് നമ്മൾ റൂട്ടിലേക്കും മാറ്റി എഴുതും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂസ് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നതിന് നമ്മളൊരു പൂർണ്ണസംഖ്യയായിട്ട് എഴുതുക. ബാക്കിയുള്ളത് ഏതാണോ വൺസ് വരുന്നത് അതിനെ തമ്മിൽ കുറെ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ എന്ത് ചെയ്യുക? റൂട്ട് വാല്യൂല് ഇട്ട് കൊടുക്കുക. ഇതായിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്ത പ്രോബ്ലം പറയുന്നത് show that the points -2, 3, 5, 1, 2, 3 and 7, 0, -1 are collinear. ഇത്ര നേരം നമുക്ക് 2 പോയിന്റ്സ് തന്നുള്ളൂ അല്ലെ. എ അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ്സ് തന്നു. പക്ഷെ ഇവിടെ നോക്കിക്കേ, നമുക്ക് 3 വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലെ. 3 വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതെന്താ നമ്മളോട് ചോദിച്ചേക്കുന്നത്? ഇത് കൊളിനിയർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്നുവെച്ചാൽ എന്താണ്? ഇവരെല്ലാരും ഒരു ലെങ്ത്തിൽ വരുന്ന ആൾക്കാരാണോ എന്നാ ചോദിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈനിൽ വരുന്നതാണോ ഈ 3 പോയിന്റ്സ് എന്നുള്ളതാണ് കൊളിനിയർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പി ആണ്. ഇതിനെ ഞാൻ എയും ബിയും ആയിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ പി എയും പി ബിയും അല്ലെ, ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് ഒറ്റ ലൈനിലുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ എ ബിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് പി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എ ടു ബി എന്ന് പറയുന്ന ഒരു ഒറ്റ ലൈനിന്റെ ഇടയ്ക്ക് വരുന്ന പോയിന്റ് ആണ് പി. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കൊളിനിയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? അത് അറിയണമെങ്കിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? നമുക്ക് ഇത് ഒറ്റ ലൈനിലാണോ എന്നറിയാൻ എന്ത് ചെയ്യാം? പി എ പ്ലസ് പി ബി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ പി എയും ഈ പി ബിയും കൂടെ കൂട്ടിയാൽ എന്ത് ചെയ്യും? ഈ ടോട്ടലുള്ള എ ബി എന്ന് കിട്ടും അല്ലെ. നമുക്ക് പി എയും പി ബിയും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? നമുക്കിവിടെ എ ബി എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത് അല്ലെ. കിട്ടില്ലേ? നമുക്ക് തന്നിരിക്കുന്ന 3 പോയിന്റ്സ് ഉണ്ട്. ആ 3 പോയിന്റ്സ് എയും പിയും ബിയും ആണെങ്കിൽ അതിന് പേരൊന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? 3 പോയിന്റിനും പേര് ഞാൻ എ പി എ ബി എന്ന് കൊടുത്തു. ഇത് കൊളിനിയർ ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. കൊളിനിയർ ആണെങ്കിൽ എന്തായിരിക്കണം? ഇവര് 3 പേരും ഒറ്റ ലൈനിലുള്ള ആൾക്കാരാണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? ഒരു ലൈനിലാണെങ്കിൽ ആദ്യത്തെ 2 പോയിന്റ്സും അടുത്ത 2 പോയിന്റ്സും തമ്മിൽ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തമ്മിൽ പ്ലസ് ചെയ്താൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഇവിടെ ഈ 3 പോയിന്റ്സ് ഉണ്ട് അല്ലെ. ഇവിടെ നമുക്ക് എക്ക് -2, 3, 5 എന്ന് കൊടുക്കാം. പി എന്ന് പറയുന്നത് എന്ത് വരും? 1, 2, 3 എന്ന് കൊടുക്കാം. ഇനി 7, 0, -1 ആണ് ബിയുടെ പോയിന്റ് എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പി എ പി ബി എ ബി അല്ലെ. ഇത് 3ഉം കണ്ടുപിടിച്ചിട്ട് ഇവര് 3 പേരും കൂടെ അല്ലെ ഇത് രണ്ടും പ്ലസ് ചെയ്താൽ മൂന്നാമത്തെ വാല്യൂ കിട്ടും എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് കൊളിനിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ പി എ കണ്ടുപിടിക്കുക അല്ലെ. അതിനൊക്കെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്നുള്ളത് എഴുതി വെക്കുക അല്ലെ. അതാണ് ആവശ്യം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അത് നമുക്ക് ആവശ്യമുണ്ടല്ലേ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അതെങ്ങനെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്? അതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇക്വേഷൻ എന്താണ്? √(x2 - x1 the whole square plus y2 - y1 the whole square plus x2 - x1 the whole square. ഇത്രയും വരെ നമ്മുടെ ഇക്വേഷൻസിനെ എല്ലാം നമ്മൾ ആദ്യം തന്നെ എഴുതി റെഡിയാക്കി വെക്കുക അല്ലേ. ഇത്രയും നമ്മൾ എഴുതി വെക്കുക. എഴുതി വെച്ചെങ്കിലല്ലേ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പി എയും പി ബിയും ഒക്കെ കണ്ടുപിടിക്കണം. അപ്പൊ പി എ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2 പോയിന്റ്സ് ഉണ്ടല്ലേ അവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടണം. പി ബി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അവരെ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ലാസ്റ്റ് എന്ത് കിട്ടണം? എ ബി എന്ന് പറയുന്ന ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും കണ്ടുപിടിച്ചിട്ട് ഇത് ഇക്വേറ്റ് ചെയ്ത് നോക്കി സെയിം ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോഴാണ് എന്ത് പറയാൻ പറ്റൂ? ദ പോയിന്റ്സ് ആർ കൊളിനിയർ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. ദ ഗിവൺ പോയിന്റ്സ് ആർ കൊളിനിയർ എന്ന് പറയാം. സോ നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കാം? പി എ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് 2 പോയിന്റ്സ് അല്ലെ. ഏതൊക്കെയാണ്? എയും പിയും തന്നിട്ടുണ്ട്. സോ പി എ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? 1 - 2 അല്ലെ. 1 - 2
ദ ഹോൾ സ്ക്വയർ. 1 മൈനസ് 2 ഉണ്ടോ? -2 3 ഉണ്ട്, അപ്പൊ മൈനസ് ഉണ്ട്, അപ്പൊ 2 മൈനസ് വരും. പ്ലസ് 2 - 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 - 5 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ എന്ത് വരും? ആൻസർ കിട്ടുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് 3 സ്ക്വയർ കിട്ടും. 3 സ്ക്വയർ പ്ലസ് 2 - 3 1ന്റെ സ്ക്വയർ പ്ലസ് -2ന്റെ സ്ക്വയർ കിട്ടും. അതിൽ നിന്ന് ആൻസർ എത്ര കിട്ടുക? 3 സ്ക്വയർ 9 വരും. 9 + 1 + 4 എന്നായിരിക്കും കിട്ടുന്നത്. ആൻസർ √14 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ കിട്ടുന്നത് √14 എന്നായിരിക്കും. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് √14 എന്നായിരിക്കും. √14. പക്ഷെ നമുക്ക് തീർന്നോ? ഇല്ല. ഇനി എന്ത് വേണം? PB ആവശ്യമുണ്ടല്ലേ? PB കണ്ടുപിടിക്കുക. PB കണ്ടുപിടിക്കുമ്പോ എങ്ങനെ വരും? PB കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് PB കണ്ടുപിടിക്കുമ്പം അവിടെ എന്ത് ചെയ്യുക? 2 വാല്യൂസ് അല്ലേ? പിയും ബിയും തമ്മിലുള്ള വാല്യൂസിനെ മൈനസ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് കണ്ടുപിടിക്കുക അല്ലേ? 7 - 1 7 - 1ന്റെ സ്ക്വയർ ഏത് തമ്മിലാണ് എടുക്കേണ്ടത്? പിയും ബിയും തമ്മിലല്ലേ? PB ആണ് ആവശ്യമുള്ളത്. PA കിട്ടി, ഇനി ആവശ്യമുള്ളത് PB ആണ്. സോ എന്ത് ചെയ്യുക? പിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കേണ്ടത് ആ 2 പോയിന്റ്സിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി ബാക്കി എപ്പോഴത്തേക്ക് എന്ത് ചെയ്യുക? ഈ A എന്നുള്ളതിന് നിങ്ങൾ മാറ്റി വെക്കുക. പിയും ബിയും കൺസിഡർ ചെയ്തിട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? ഇനി അടുത്ത 0 - 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് -1 - 3 ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കും കിട്ടുന്നത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? 7 - 1 6ന്റെ സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ പ്ലസ് -4ന്റെ സ്ക്വയർ. ആൻസർ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക? ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് 36ഉം ടോട്ടൽ ആൻസർ അത് കിട്ടുന്നത് 104 അല്ലെ? 36 4 -1 1 2 3 അല്ലേ വരുന്നത്? അപ്പൊ -1 -3 തന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ -4 കിട്ടും. ആൻസർ അപ്പൊ എന്ത് വരും? ഇവിടെ നമുക്ക് 36ഉം 14ഉം വരും. 36ഉം 14ഉം കൂടി ആകുമ്പോൾ എത്ര ആകും? 50 ആകും. 54 എന്നായിരിക്കും ആൻസർ കിട്ടുക. √54 കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ √54 ആയിരിക്കും അല്ലെ? 2 സ്ക്വയർ ആ വരുന്നത്. 6 6 36 36ഉം 16ഉം ആ വരുന്നത്. സോ 56 വരും. 56 ആയിരിക്കും വരുന്നത്. 56 കിട്ടും. പക്ഷെ എന്ത് ചെയ്യുക? ഈ കിട്ടിയതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂട്ടിലാണ് കിട്ടിയത്. സോ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ നമുക്ക് ചെറുതാക്കാം അല്ലെ? 56നെ ചെറുതാക്കാനുള്ള വഴികളുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു? LCM എടുത്തു. LCM എടുത്തപ്പോൾ എത്ര വരും? 28 കിട്ടും. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തപ്പോൾ 14 കിട്ടി. 14നെ പിന്നെയും 2 കൊണ്ട് ചെയ്താൽ എത്ര കിട്ടും? 7 കിട്ടും. പക്ഷെ ഇവിടെ ഇതിനെ രണ്ടിനെയും ഒരുമിച്ചെടുക്കാം. എന്ത് വരും? 2√14 എന്നായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ കിട്ടിയത് √14 അല്ലെ? PAക്ക് √14 കിട്ടി, PBക്ക് 2√14 കിട്ടി. അങ്ങനെയെങ്കിൽ ഇനി എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ AB കണ്ടുപിടിക്കണം അല്ലേ? ഇനി നമുക്ക് AB കണ്ടുപിടിക്കണം. പെട്ടെന്ന് AB കണ്ടുപിടിച്ച എല്ലാവരും. PA + PB എന്ന് പറയുന്നതാണ് AB. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? AB കിട്ടണം. AB കിട്ടാൻ എന്ത് ചെയ്യുക? P എന്നുള്ള പോയിന്റിനെ മാറ്റി വെക്കുക. ബാക്കി ഏതുണ്ട്? Aയും Bയും ഉണ്ട്. ആ 2 പോയിന്റ്സിനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് നമുക്ക് എന്ത്? AB എന്നുള്ളത്. സോ ചെയ്യാമല്ലോ. ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നമുക്ക് A എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ A എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് -2 3 5. B എന്ന് പറയുന്നത് 7 0 -1. അപ്പൊ എന്ത് ചെയ്യുക? അത് തമ്മിലുള്ള മൈനസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാ പറയണം അല്ലേ? അപ്പൊ എന്ത് വരും? 7 - -2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 - 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് -1 - 5 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇതിന്റെ റൂട്ട് എടുക്കുക. അപ്പൊ എത്ര വരും? ഇവിടെ നമുക്ക് 7 2 9 9ന്റെ സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ പ്ലസ് ഇവിടെ -6ന്റെ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ എത്ര വരും? 81 + 9 + 36 എന്ന് കിട്ടും. ആൻസർ 126 എന്നായിരിക്കും കിട്ടുന്നത് അല്ലെ? 81 9 90 കിട്ടും. 90 36 126 126 √126 എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതും എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റൂട്ടിൽ കിടക്കുന്ന വാല്യൂവിനെ അല്ലെ 126 എന്ന് പറയുന്ന വാല്യൂവിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് ചെറുതാക്കാൻ നോക്കുക. അപ്പൊ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര വന്നു?
3 1 പറ്റില്ല. സോ എന്ത് വരും? 12ൻ്റെ അകത്ത് എത്ര തവണയുണ്ട്? 6 ഉണ്ട്. 63 കിട്ടും. ഇതിനെ 2 കൊണ്ട് പറ്റില്ല, പക്ഷെ 3 കൊണ്ട് പറ്റും. അപ്പം നമുക്ക് എന്ത് വരും? 21 എന്ന് കിട്ടും. പിന്നെയും 3 കൊണ്ട് ചെയ്യുക, അപ്പം എത്ര വരും? 7 കിട്ടും. അങ്ങനെയെങ്കിൽ ഇവരെ രണ്ടുപേരെ ഒരുമിച്ചെടുത്താൽ നമുക്ക് 3 എന്ന് എഴുതാം. ബാക്കി എന്ത് വരും? 2 × 7 എന്ന് പറഞ്ഞാൽ 14 കിട്ടും. അപ്പം നമുക്ക് എന്തായി? അത് 3√14 എന്നായിരിക്കും നമ്മുടെ വാല്യൂ കിട്ടുന്നത് അല്ലേ? എ ബി എന്നുള്ള വാല്യൂ എന്ത് കിട്ടും നമുക്ക്? 3√14 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് കിട്ടിയത് എത്രയാണ്? 3√14 ആണ് കിട്ടിയത് അല്ലേ? ഇവിടെ 14 കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇവിടെ 2√14 കിട്ടി. അടുത്തത് എന്തും കിട്ടി നമുക്ക്? അടുത്ത വാല്യൂ 3√14 കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തെഴുതാം? പി എ പ്ലസ് പി ബി ഈക്വൽ ടു എ ബി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? പി എ പ്ലസ് പി ബി ഈക്വൽ ടു എ ബി എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ പി എ നമുക്ക് കിട്ടി എത്ര? √14 കിട്ടി. ഇത് 2√14 കിട്ടി. പി ബി ഇതെന്തും കിട്ടി. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ എന്ത് വരും? √14 പ്ലസ് 2√14. അതിൻ്റെ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഒരു തവണ √14 പിന്നെ 2 തവണ √14. ടോട്ടൽ എത്ര വരും? 3√14 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? 3√14 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പം ആൻസർ നമുക്ക് 3√14 എന്നുള്ളത് കിട്ടി. ഓക്കെ അല്ലേ? ഇത്രയും വരെ ആൻസർ കിട്ടിയെങ്കിൽ നമുക്ക് പറയത്തില്ലേ പി എ പ്ലസ് പി ബി എന്ന് പറയുന്നത് എ ബി ആണെന്ന് പറയത്തില്ലേ? അതല്ലേ നമുക്ക് കിട്ടിയ എ ബി എന്ന് പറയുന്ന വാല്യൂ 3√14 തന്നെയല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ആ ആൻസർ അത്രയും വരെ ചെയ്ത് നമുക്ക് നിർത്താം. അപ്പൊ എന്ത് പറയാം? therefore given points are collinear അല്ലെ? given points എന്താണ്? points are collinear എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഈ തന്നിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ കൊളിനിയർ ആണോ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്തു? പി എയും പി ബിയും കണ്ടുപിടിച്ചു, എ ബിയും കണ്ടുപിടിച്ചു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഒറ്റ ലൈനിലാണ് ഇവരെല്ലാവരും നിൽക്കുന്നത് എന്നുള്ളതായിരുന്നു. സോ നമ്മൾ ചെയ്ത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത ആൻസർ എന്ത് കിട്ടി? ഗിവൺ പോയിന്റ്സ് കൊളിനിയർ ആണെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെ ചെയ്തു വന്നപ്പോൾ നോട്ട് ഈക്വൽ ആ വന്നിരുന്നെങ്കിൽ എന്തായനെ? അത് നോട്ട് കൊളിനിയർ നയനെ നമുക്ക് കിട്ടുന്ന ആൻസർ. ഇത്രയും ഓക്കെ ആണോ? നിങ്ങൾ ഈ കണ്ടീഷൻ ഓർത്ത് വെക്കുക. കൊളിനിയർ എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഒരു 3 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഈ 3 പോയിന്റ്സ് എവിടെ ആയിരിക്കണം? ഒരു ലൈനില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഈ 3 പോയിന്റ്സ് തന്നിട്ടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് അത് എത്ര പോയിന്റ് വരെ ആവാം? എത്ര വേണേലും ആകാം അല്ലെ? കുറെ പോയിന്റ്സ് തന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഇവരെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇപ്പൊ എ ബി സി ഡി ഇ എന്ന് തന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഇതിലെല്ലാത്തിലും വരുന്ന വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിച്ച് കൊളിനിയർ ആണോ എന്ന്. അപ്പൊ എന്ത് ചെയ്യുക? എ ബിയും ബി സിയും സി ഡി ഡിയും കണ്ടുപിടിക്കണം. ലാസ്റ്റ് എന്തും കിട്ടണം? എ ഇയും കിട്ടണം. എന്നിട്ട് ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആരാണോ എന്ന് അറിയണം? എ ഇ ആണോ എന്ന് അറിയണം. അതാണ് നമ്മൾ ആ ഒരൊറ്റ ലൈനിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓർത്ത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ നിങ്ങൾ ബാക്കി ചെയ്തു പോകാൻ. അപ്പൊ കണ്ടീഷൻ കൊളിനിയർ എന്നുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞത് എന്തായിരുന്നു? നമ്മൾ കൊളിനിയർ ആണോ എന്നുള്ളത് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? വെരിഫൈ ദാറ്റ് 0, 7, -10, 1, 6, -6 and 4, 9, -6 are the vertices of a isosceles triangle. ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണോ ഈ തന്നിരിക്കുന്ന 3 പോയിന്റ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് ഇപ്പൊ എന്തറിയണം? ഐസോസിലസ് ട്രയാങ്കിൾ എന്താണെന്ന് അറിയണം. എന്താണ് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? നമുക്ക് തരുന്ന 2 സൈഡ്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലേ? ഇപ്പൊ നമ്മൾ എടുക്കുന്നത് എ ബി സി എന്നാണെങ്കിൽ ഇതിൽ ആരൊക്കെ ഈക്വൽ ആയിരിക്കണം? എ ബി ഈക്വൽ ടു ബി സി ആയിരിക്കണം അല്ലെ? ഇവര് രണ്ടുപേരും ഈക്വൽ ആണെങ്കിലായിരിക്കും. അതുപോലെ ഇവിടെ വരുന്ന ആംഗിൾസും ഈക്വൽ ആകുമ്പോഴാണ് ആരുണ്ടാവുക? ഒരു ഐസോസിലസ് ട്രയാങ്കിൾസ് അല്ലെ? 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കണം. ആ സൈഡ്സിൽ വരുന്ന 2 ആംഗിൾസും ഈക്വൽ ആകണം. അവിടെയാണ് എന്ത്? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ എ ബി ഈക്വൽ ടു ബി സി എന്നുള്ള കണ്ടീഷനാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. സോ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് പോയിന്റ്സ് എഴുതാം അല്ലെ? എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? അത് വേണമെങ്കിൽ നമുക്ക് ആ ഫിഗറിൽ അടയാളപ്പെടുത്താം അല്ലെ? ജസ്റ്റ് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഇതുപോലെ ഫിഗർ വരച്ച് അതിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. എ എന്ന് പറയുന്നത് എത്രയാണ്? 0, 7, -10 ആണ്. അടുത്തത് ബി എന്ന് പറയുന്നത് 1, 6, -6.
ഓക്കെ, നെക്സ്റ്റ് 4 9 -6. ഇതാണ് 3 പോയിന്റ്സ് തന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? എ ബിയും ബി സിയും കിട്ടണം. എ ബി ഈക്വൽ ടു ബി സി എന്നുള്ളത് തെളിയിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പറയാം അല്ലെ. എന്താണ്? 2 സൈഡ്സ് ഈക്വൽ ആണ്, 2 ആംഗിൾസ് ഈക്വൽ ആണ്. ഇവിടെ നമുക്ക് ആംഗിൾസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് പോയിന്റ്സ് തന്നിരിക്കുന്നത്. ആ പോയിന്റ്സ് എങ്ങനെയാണ്? നമുക്ക് എക്സ് വൈ ഇസഡ് കോർഡിനേറ്റുകളായിട്ടാണ് തന്നേക്കുന്നത്. സോ നമ്മൾ ആ കോർഡിനേറ്റ്സിനെ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് അല്ലെ. ഡിസ്റ്റൻസ് അല്ലെ എ ബി എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ആണ്. അതുപോലെ ബി സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആ ഒരു ലെങ്തും സെയിം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? എ ബിയും ബി സിയും കണ്ടുപിടിച്ച് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ആണെങ്കിൽ അതിനെ നമുക്കൊരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ചെയ്യാമല്ലോ. ഫസ്റ്റ് നിങ്ങൾ ഡിസ്റ്റൻസ് ഫോർമുല എന്താണെന്നുള്ളത് എഴുതി വെക്കുക. അത് എഴുതിയതിന് ശേഷം നിങ്ങൾ ചെയ്തു തുടങ്ങുക. ചെയ്തു തുടങ്ങിയിട്ട് ബാക്കി ചെയ്തു അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് അത് നിങ്ങൾ എഴുതണം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്നുള്ളത് ഇക്വേഷൻ എഴുതി തന്നെ തുടങ്ങുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റിന്റെ മാർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? അത് എഴുതി തന്നെ തുടങ്ങുക. x2 - x1 the whole square plus y2 - y1 the whole square plus z2 - z1 the whole square എന്നുള്ളത് എഴുതുക. ഇനി എന്ത് ചെയ്യുക? എ ബി എന്നുള്ളത് കണ്ടുപിടിക്കാമല്ലോ. എ ബി കിട്ടാൻ എന്ത് ചെയ്യുക? റൂട്ടിൽ നമ്മൾ ചെയ്യുക. ഏതൊക്കെയാണ്? എ ടു ബി ആണ്. സോ എന്ത് ചെയ്യുക? ഈ 2 പോയിന്റ്സ് ആണല്ലേ. അപ്പൊ എന്ത് ചെയ്യുക? സി എ മാറ്റി നിർത്തുക. ബാക്കി എന്ത് വരും? 1 - 0 സ്ക്വയർ പ്ലസ് 6 - 7 സ്ക്വയർ പ്ലസ് -6 - 10 സ്ക്വയർ. ഇത് ചെയ്തു വരുമ്പോൾ എത്ര വരും ആൻസർ? 1 - 0 1 തന്നെ വരും, 1 സ്ക്വയർ. 6 - 7 -1 വരും സ്ക്വയർ പ്ലസ് -6 - 10 എന്താകും? നമുക്ക് -16 കിട്ടും. -6 - 10 ആയിരിക്കും വരുന്നത് അല്ലേ. അപ്പൊ നമുക്ക് കിട്ടുന്ന -10 -10 വരും. 2 മൈനസ് വരുന്നുണ്ട് അല്ലേ. -6 -10 ആണ് വരുന്നത്. സോ എന്താകും? -6 + 10 ആകും. സോ അവിടെ എന്ത് വരും? 4 ആയിരിക്കും വരുന്നത്. 4ന്റെ സ്ക്വയർ എന്നായിരിക്കും കിട്ടുന്നത്. ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 1 + 1 2. 2ഉം നമുക്ക് 4ന്റെ സ്ക്വയർ 16. ആൻസർ √18 എന്ന് കിട്ടും. അതിനെ നിങ്ങൾ മാറ്റിയാൽ 3√2 എന്ന് കിട്ടും. കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു 18 ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 3√2 എന്ന് ആൻസർ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത് എന്ത് വേണം? ബി സി ആവശ്യമുണ്ടല്ലേ. ബി സി വേണ്ടേ? എങ്കിലല്ലേ നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് എന്ത് വേണം? 2 സൈഡ്സ് ഈക്വൽ വേണം. ഒരു സൈഡ് കിട്ടി. അപ്പൊ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സൈഡും ഈ 3√2 അല്ലെങ്കിൽ √18 തന്നെയാണെന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ പ്രൂവ് ചെയ്യണം. സോ നമുക്ക് എന്തെടുക്കാം? ബിയും സിയും. അപ്പൊ എന്ത് ചെയ്യുക? എ നമുക്ക് വേണ്ട, പകരം ആരെ വേണം? ബിയും സിയെ ആവശ്യമുണ്ട്. അവരെ വെച്ചിട്ട് ചെയ്യാമല്ലോ. ചെയ്യുമ്പോൾ എന്ത് വരും? ബി സി. അപ്പൊ എന്ത് വരും? 4 - 1 സ്ക്വയർ പ്ലസ് 9 - 6 സ്ക്വയർ പ്ലസ് -6 - -6 സ്ക്വയർ. ഇത് പ്ലസ് ആകും. അപ്പൊ ഇത്രയും സാധനം എന്താകും? 0 ആയി പോകും. ബാക്കി എന്തുണ്ട്? 4 - 1 3 സ്ക്വയർ. 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അപ്പൊ എത്ര വരും? 9 + 9 വരും. അത് എന്ത് തന്നെ കിട്ടും? √18 ദാറ്റ് ഈസ് ഈക്വൽ ടു 3√2 എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും അല്ലേ. നമുക്ക് 2ന്റെ ആൻസർ എന്ത് തന്നെ കിട്ടും? 3√2 എന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ 2ന്റെയും ആൻസർ സെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്താന്ന് പറയാം നമുക്ക്? അതിനെ നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ. എ ബി ഈക്വൽ ടു ബി സി ദാറ്റ് ഈസ് ഈക്വൽ ടു 3√2. ഈ ഒരു കേസിൽ ഈ √18 വരെ ചെയ്ത് നിർത്തിയവർക്ക് പ്രശ്നമില്ല. കാരണം എന്താ? 2നും √18 കിട്ടും. സോ നിങ്ങൾക്ക് ഈക്വൽ ടു √18 എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ ആൻസറിന് പ്രശ്നമില്ല. അവിടെ പ്രൂവ് ചെയ്യാനാണ്. പ്രൂവ് ചെയ്താൽ മതി. അതിപ്പോ എത്ര വാല്യൂ കിട്ടിയാലും രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ആൻസറിന് പ്രശ്നമില്ല. Therefore, the given points are the vertices of a isosceles triangle. അല്ലെ, the given points are vertices of isosceles triangle എന്ന് പറയാം അല്ലേ. പറയാമല്ലോ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഗിവൺ പോയിന്റ്സ് എന്താണ്? ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണെന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. സോ ഈ ഒരു പ്രോബ്ലം ചെയ്തതും ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം
പോയിന്റ്സ് 1 2 3 ആൻഡ് 3 2 മൈനസ് 1. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ്. സെറ്റ് ഓഫ് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1 2 3 ആൻഡ് 3 2 മൈനസ് 1 എന്ന് പറഞ്ഞിട്ട് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഈ 2 പോയിന്റ്സും ഇക്വിഡിസ്റ്റന്റ് ആണ്. എവിടെ നിന്നും? ഫ്രം എ പോയിന്റ്. അവിടെ നിന്ന് ഇക്വിഡിസ്റ്റന്റ് ആണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒരു പോയിന്റിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കിവിടെ പിയും എയും ബിയും എടുക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? 1 2 3യും ഇവിടെ 3 2 മൈനസ് 1ഉം എടുക്കാം അല്ലെ. 2 പോയിന്റ്സ് അല്ലെ, നമ്മുടെ 2 പോയിന്റ്സ് എയും ബിയും തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന 2 പോയിന്റ്സ് എന്താന്നാ പറയണത്? ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ പോയിന്റ് എന്നാ പറയണത്. ആ ഇക്വിഡിസ്റ്റന്റ് എവിടെ നിന്ന് വരും? ഇക്വിഡിസ്റ്റന്റ് മീൻസ് ഈക്വൽ ഡിസ്റ്റൻസ്. അപ്പൊ എന്തായിരിക്കും? ഈ എ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ടു പി ബി ആയിരിക്കും അല്ലെ. എ പി ഈക്വൽ ടു പി ബി അല്ലെ, പി എ ഈക്വൽ ടു പി ബി എന്നായിരിക്കും വരുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്ന ഇത്ര നേരം നമ്മൾ വാല്യൂസാ കിട്ടിയത് അല്ലെ. പക്ഷെ ഇവിടെ ചോദിച്ചെന്താ? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നത് പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇല്ല. നമ്മൾ നേരത്തെ കൊളിനിയർ ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ 3 പോയിന്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പി എ ബി ബി ഒക്കെ കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെ എന്തില്ല? പി ഇല്ല. സോ അവിടെ എന്ത് ചെയ്യണം? നമ്മള് പിക്ക് നമ്മള് എക്സ് കോമ വൈ കോമ ഇസഡ് എന്നായിരിക്കണം അവിടെ നമ്മൾ എടുക്കേണ്ടത്. കാരണം നമുക്ക് ഇക്വേഷൻ ആണ് ഫോം ചെയ്യേണ്ടത്. ഇക്വേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? എക്സ് സ്ക്വയറും വൈ സ്ക്വയറും എക്സും ഇസഡും ഒക്കെ വരാം. സോ നമുക്ക് എന്ത് ചെയ്യണം? പിയില് എക്സ് വൈ ഇസഡ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് വേണം ചെയ്യാൻ. ഇക്വേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തരാത്ത പോയിന്റ് എന്തായിരിക്കും? എക്സ് വൈ ഇസഡ് എന്നുള്ളതായിരിക്കും വരുന്നത്. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് പി എ കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ നിങ്ങൾ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്നുള്ളത് എഴുതി ഇക്വേഷൻ എഴുതുക. എന്നിട്ട് ആൻസർ ചെയ്തു തുടങ്ങുക. പി എ എന്താണെന്നുള്ളത്. പി എ എന്ത് വരും? നമുക്ക് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അത് അത്രയേ ഉള്ളൂ. അത് അവിടെ തന്നെ നിൽക്കട്ടെ അല്ലെ. വേറെ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്യാനില്ല. എക്സും വൈയും ഇസഡും ആണ്. സോ മൈനസ് ചെയ്യാനൊന്നും ഇല്ല. അടുത്ത് എന്ത് ചെയ്യുക? പി ബി കണ്ടുപിടിക്കുക. പി ബി എന്ത് വരും? ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? നമ്മൾ മൈനസ് ചെയ്യുക. അപ്പൊ എന്ത് വരും? എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. മൈനസ് ഓഫ് മൈനസ് എന്താകും? പ്ലസ് ആകും. സോ ഇസഡ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത് എന്താണ്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റൻസ് എന്നാ പറഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്താണ്? പി എ ഈക്വൽ ടു പി ബി അല്ലെ. നമ്മൾ പറഞ്ഞു നിർത്തിയത് പി എ ഈക്വൽ ടു പി ബി ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം അല്ലെ. പി എ ഈക്വൽ ടു പി ബി ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് ഇവരെ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? ഈ പി എ ഈക്വൽ ടു പി ബി നിൽക്കട്ടെ ഇവരെ തമ്മിൽ അല്ലെ. സോ എന്ത് വരും? എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽസ്. അവിടെ എന്തുണ്ട്? റൂട്ട് ഉണ്ട് അല്ലെ. ആ റൂട്ട് അവിടെ നിൽക്കട്ടെ. ബാക്കി എന്ത് വരും? എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇത് കിട്ടിയപ്പം ഇനി എന്ത് ചെയ്യണം? നമുക്ക് ബാക്കി ചെയ്തു പോകണമെങ്കിൽ ആദ്യം നമുക്ക് ഒഴിവാക്കേണ്ടത് ആരെയാ? റൂട്ടിനെ അല്ലെ. റൂട്ടിനെ ഒഴിവാക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? 2 സൈഡിലും റൂട്ട് ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം അല്ലെ. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. 2 സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് 1 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് 3 സ്ക്വയർ ഈക്വൽസ് എക്സ് മൈനസ് 3 ദ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2ന്റെ സ്ക്വയർ പ്ലസ് ഇസഡ് പ്ലസ് 1ന്റെ സ്ക്വയർ അല്ലേ. ഇനി നോക്കിയേ, ഈ തന്നിരിക്കുന്ന ഓരോ വാല്യൂസിലും എല്ലാം എന്താണ്? എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ഫോമില അല്ലേ. ഇതെല്ലാം എന്താണ്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഇതും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഇതും എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ലാസ്റ്റ് ഒരെണ്ണം മാത്രം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിലുണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യുക? ഇതിനെല്ലാം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. ആദ്യം എന്താണ്? എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് എഴുതാം അല്ലേ. പ്ലസ് എക്സ് മൈനസ് 1 ആണ്. എക്സ് മൈനസ് 1 ആണ് വരുന്നത്. സോ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് മൈനസ് 2x ആയിരിക്കും വരുന്നത്.
അല്ലെ, -2x ആയിരിക്കും വരുന്നത്. നമ്മുടെ ബിയുടെ വാല്യൂ എപ്പോഴും മൈനസ് ആണ്, a മൈനസ് ബി വരുമ്പോൾ അല്ലെ. സോ അത് വന്നു. ഇനി അടുത്തത് x-2 ആണ് വരുന്നത്. അപ്പൊ എന്ത് വരും? y-2. y-2 വരുമ്പോഴത്തേക്കും y² മൈനസ് 4y പ്ലസ് 4 എന്ന് വരും. കാരണം എന്താ, 2 × 2y വരും. അപ്പൊ എന്ത് വരും? 4y ആയിരിക്കും വരുന്നത്. സോ 4y പ്ലസ് 4 പ്ലസ് ഇനി എന്താണ്, z-3 ആണ്. അപ്പൊ z² മൈനസ് 3 × 2 വരുമ്പോൾ എന്ത് വരും? 6z പ്ലസ് 6 എന്നായിരിക്കും വരുന്നത്. 6z പ്ലസ് 9 വരും. 6z പ്ലസ് 9 വരും അല്ലെ, 3² ആണ് വരുന്നത്. സോ നമുക്ക് ആൻസറിൽ 9 വരും. 6z പ്ലസ് 9 ആയിരിക്കും വരുന്നത്. ലെഫ്റ്റ് സൈഡ് തീർന്നു. ഇത് നമുക്ക് റൈറ്റ് സൈഡ് എഴുതാലോ. അവിടെ എന്തൊക്കെയാ തന്നേക്കുന്നത്? നമുക്ക് അവിടെ തന്ന വാല്യൂസ് x-3ഉം y-2ഉം അല്ലെ. x-3 എന്തെഴുതാം? x-3 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തെഴുതാം? x-3 ആകുമ്പോൾ x² മൈനസ് 6x പ്ലസ് 3 വരുമ്പോൾ എന്ത് വരും? 9 ആയിരിക്കും. പ്ലസ് ഇനി y-2 ആണ് വരുന്നത്. സോ y² മൈനസ് 4y പ്ലസ് 4 കിട്ടും അല്ലെ. 2ന്റെ സ്ക്വയർ 4 ആണ് വരുന്നത്. പിന്നെ എന്താണ്? z+1 ആണ് അല്ലെ. z+1 ആകുമ്പോൾ z² പ്ലസ് 2z പ്ലസ് 1 എന്നും കിട്ടും. ഇത്രയായിരിക്കും വരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ പിന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തൊരു ചെറിയ ഇക്വേഷനിൽ എത്തണ്ട അല്ലെ, കുഞ്ഞ് ഇക്വേഷനിൽ. സോ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് റൈറ്റിലുള്ളതിനെ എല്ലാം ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. x² മൈനസ് 2x പ്ലസ് 1 മൈനസ് പ്ലസ് y² മൈനസ് 4y പ്ലസ് 4 പ്ലസ് z² മൈനസ് 6z പ്ലസ് 9 അതുപോലെ എഴുതുക അല്ലെ. ഇനി എന്ത് ചെയ്യുക? ഇവിടെ ഓരോന്നിനും നമുക്ക് ഈ സൈഡിൽ നിന്ന് അപ്പുറത്തേക്കും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? പ്ലസ് ഒക്കെ മൈനസ് ആകും, മൈനസ് ഒക്കെ പ്ലസ് ആകും. സോ എന്ത് വരും? x² പ്ലസ് 6x മൈനസ് 9 മൈനസ് y² പ്ലസ് 4y മൈനസ് 4 മൈനസ് z² മൈനസ് 2z മൈനസ് 1 എന്നായിരിക്കും ഈക്വൽ ടു 0. ഇനി നോക്കിയേ, ഇതിലും കുറെ സാധനം സിംപ്ലിഫൈ ചെയ്യാനുണ്ട് അല്ലേ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x² മൈനസ് x² ക്യാൻസൽ ആകും, y² മൈനസ് y² ക്യാൻസൽ ആകും. പിന്നെ എന്തുണ്ട്? z² അതും മൈനസും പ്ലസും ക്യാൻസൽ ആകും അല്ലെ. പിന്നെ ബാക്കി എന്തുണ്ട്? മൈനസ് 2x. പിന്നെ എക്സിന്റെ വാല്യൂ ഇവിടെ ഏതാ വരുന്നത്? പ്ലസ് 6x പ്ലസ് 2 കഴിഞ്ഞു. ഇനി 4ന്റെ എടുക്കുക, വൈയുടെ എടുക്കുക അല്ലെ. വൈയുടെ എന്ത് വരും? മൈനസ് 4y. പിന്നെ ഇവിടെ വൈക്ക് വാല്യൂ എന്താ ഉള്ളത്? അടുത്തത് പ്ലസ് 4y അല്ലെ. ഈ മൈനസ് വൈയും പ്ലസ് 4yയും വേണേൽ ക്യാൻസൽ ചെയ്യാം അവിടെ തന്നെ, അത് എഴുതണം എന്നില്ല. പിന്നെ എന്തുണ്ട്? z അല്ലെ. ഇസഡിനും എന്താ വരുന്നത്? ഇവിടെ നമുക്ക് മൈനസ് 6z ഉണ്ട് അല്ലെ. മൈനസ് 6z മൈനസ് 2z ആണ് വരുന്നത്. സോ ഇസഡിന്റെ വാല്യൂസ് അവിടെ കിടക്കട്ടെ. ഇനി എന്തുണ്ട്? കുറച്ച് വാല്യൂസ് ഉള്ളത് നമുക്ക് നമ്പേഴ്സ് ആണ് അല്ലെ. പ്ലസ് 4 പ്ലസ് 4 മൈനസ് 9, മൈനസ് 9ഉം പ്ലസ് 9ഉം ക്യാൻസൽ ആയി പോകും. അപ്പൊ 9 വരുന്നില്ല അല്ലെ, അവർ രണ്ടുപേരും ക്യാൻസൽ ആയി പോകും. പിന്നെ എന്തുണ്ട്? 4 പ്ലസ് 1 ആണുള്ളത്. 4 പ്ലസ് 1 ആണുള്ളത് ഈക്വൽ ടു 0 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ അല്ലേ. 4 മൈനസ് ഇല്ലല്ലേ, ഇവിടെയും ക്യാൻസൽ ആയി പോവാനുണ്ട്. 4നും മൈനസ് 4ഉം പ്ലസ് 4ഉം ഉണ്ട്, അതും ക്യാൻസൽ ആയി പോകും. പിന്നെ 1 വരുന്നതും പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ആവാറുണ്ട്. സോ അതും ഇല്ല നമുക്ക്. ഇവർ ഇത്രയും ആൾക്കാരും പോകും. പിന്നെ ബാക്കി ആരും മാത്രമേ ഉള്ളൂ? നമുക്ക് ഇത്രയും ആൾക്കാരേ ഉള്ളൂ. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്ത് തീർന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ. 1ഉം 4ഉം എല്ലാം ക്യാൻസൽ ആവാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ മൈനസ് 2x പ്ലസ് 6xന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 2x പ്ലസ് 6x എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? നമുക്ക് 4x കിട്ടും അല്ലെ. 4x മൈനസ് 6z മൈനസ് 2z വരുമ്പോൾ എന്ത് വരും? മൈനസ് 8z വരും ഈക്വൽ ടു 0. ഇനി ഇതിൽ നിന്ന് 4നെ കോമൺ എടുത്താൽ എന്ത് വരും? എക്സ് മൈനസ് 2z ഈക്വൽ ടു 0 എന്ന് വരും. ഈ 4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ബാക്കി എന്തുണ്ട്? എക്സ് മൈനസ് 2z. ഇതിപ്പുറത്ത് മൾട്ടിപ്ലൈ ആകുമ്പോൾ 0 തന്നെ ആയിപ്പോകും. അപ്പൊ എന്ത് വരും? എക്സ് മൈനസ് 2z ഈക്വൽ ടു 0. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് 2z ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരുന്നത്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് ആ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ ചോദിക്കുന്നത്? നമ്മുടെ ഇക്വേഷൻ ചോദിക്കുന്നത് എന്താണോ നമുക്ക് കിട്ടിയത്, എക്സ് മൈനസ് 2z ഈക്വൽ ടു 0 എന്നായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നത്
അല്ലെ? അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരുന്നത്, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് പോയിന്റ്സ് എന്നാണ്. അതിൽ നമുക്ക് y വാല്യൂസ് ഇല്ല എന്നുള്ളത് ഒഴിച്ചാൽ എന്താണ് ബാക്കി? നമുക്ക് ഇതിന്റെ വാല്യൂ ഇവിടെ വരുന്ന എന്തായിരിക്കും? x മൈനസ് 2z ഈക്വൽ ടു 0 എന്നുള്ള ഇതിനകത്ത് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ p എന്ന് പറയുന്ന പോയിന്റ്സ് കിട്ടും അല്ലെ? അതനുസരിച്ചായിരിക്കും നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ച് ഓക്കെ ആണെങ്കിൽ ഇതൊക്കെ പഠിച്ച് ഈ ഒരു ചാപ്റ്റർ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മളല്ലേ? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു, ഇക്വേഷൻ ചോദിച്ചാൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതും പറഞ്ഞു. പിന്നെ എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു, അതുപോലെ നമ്മൾ കൊളിനിയർ ആവുന്ന കേസ് പറഞ്ഞു അല്ലെ? ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, ഇതെല്ലാം ചെയ്തു പഠിക്കുക. ഈ ഒരു ചാപ്റ്റർ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ചാപ്റ്റർ തീർന്നു അല്ലേ? ഒരു കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു. അത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. പഠിച്ചിട്ട് നന്നായിട്ടൊക്കെ നിങ്ങൾ പഠിച്ച് സെറ്റ് ആക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.